കൊല്ലത്തിൻ്റെ ചരിത്രം വാണിജ്യവും തൊഴിലാളികളും അവരുടെ അവകാശ സമരങ്ങളുമായി എഴവിരിഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അതിൻ്റെ ആവേശം കൊല്ലത്തെ തൊഴിലാളികളിൽ ദൃശ്യമാണ്. അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് കൊല്ലം പണ്ടകശാലയിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ശ്രീലങ്കയിൽ നിന്നും എത്തിച്ചിരുന്ന പുകയില സൂക്ഷിച്ചിരുന്ന പണ്ടകശാലയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമാണുള്ളത്. അതിൻ്റെ പഴയ നിർമ്മാണ ചാരുതയും കൂടെ സ്വീകരിച്ചുകൊണ്ട് അതിനൊപ്പം EMSൻ്റെ ചിത്രം വരച്ച് EMSൻ്റെ ജന്മഗൃഹമായ ഏഴംകുളം മനയ്ക്ക് സദൃശ്യമായ ഏഴംകുളം മനയ്ക്ക് സമാനമായ ഒരു രൂപത്തിൽ ഏഴംകുളം മനയുടെ മുന്നിൽ EMS തൊഴിലാളികളെ നോക്കിയിരിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മലയാളിക്ക് രാഷ്ട്രീയത്തിൻ്റെയും ദൈക്ഷണികതയുടെയും പ്രതിരൂപമായ EMSനെ എത്രത്തോളം ആവേശത്തോടെയാണ് തൊഴിലാളികൾ ഇപ്പോഴും നോക്കിക്കാണുന്നത് എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കൊല്ലം നഗരം അതിപ്രാചീന കാലത്ത് തന്നെ വാണിജ്യ ബന്ധങ്ങളുടെ പേരിൽ പ്രശസ്തമാണ്. ചൈനയിലെ താങ് വംശ രാജാക്കന്മാരുമായുള്ള ബന്ധം അക്കാലത്ത് കൊല്ലത്തെ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ പ്രധാന വിപണന കേന്ദ്രമാക്കി മാറ്റിയിരുന്നു. അതിന്റെ ബാക്കി പത്രമാണ് ഇന്ന് കൊല്ലം നഗരത്തിലെ ചിന്നക്കട. കയർ, കശുവണ്ടി, കൈത്തറി വ്യവസായങ്ങളാൽ പ്രസിദ്ധമായ കൊല്ലം നഗരം തൊഴിലാളികളുടെ നഗരം കൂടിയാണ്. 3 പതിറ്റാണ്ടിന് ശേഷം തൊഴിലാളികളുടെ നഗരത്തിലേക്ക് എത്തിയ സംസ്ഥാന സമ്മേളനത്തെ ആവേശോജ്വലമായാണ് നാട് സ്വീകരിക്കുന്നതെന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തം. തൊഴിലാളികളുടെ ഇടയിൽ വളരെ വലിയ ആവേശമാണ്. ആ ആവേശത്തിൻ്റെ തെളിവാണ് ഇവിടെയുള്ള ഈ അലങ്കാരങ്ങളും മറ്റു കാര്യങ്ങളും. വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞങ്ങളിവിടെ ചെയ്തേക്കുന്നത്. ഞങ്ങളുടെ ബ്രാഞ്ചും മറ്റു കാര്യങ്ങളും ചെയ്തേക്കുന്നത്. മഹാനായ EMSനെ കുറിച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അത് മനയോട് അടുത്തുള്ള ഒരു സാമീപ്യമുള്ള ഒരു സാധനമാണ് ഈ പണ്ടകശാല. അതുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്. ആരാണ് ഈ ചിത്രങ്ങളൊക്കെ ഒരുക്കാൻ? ഇത് അഭിലാഷ് ചിത്രമൂലയാണ് ഇത് ചിത്രം വരച്ചത്. ഇതിൻ്റെ ആശയമൊക്കെ ഞാനും ഞങ്ങളുടെ രാജ്കുമാറും പിന്നെ ഞങ്ങളുടെ ഷർഫാശാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അദ്ദേഹമായിട്ടാണ് ചെയ്തത്. ഞങ്ങൾ ദൈനംദിന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ബ്രാഞ്ചാണ് പണ്ടകശാല ബ്രാഞ്ച്. എല്ലാ ദിവസവും ഇവിടെ രാവിലെ മുതലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു ബ്രാഞ്ചാണ്. ആ ഒരു പ്രവർത്തനം മനസ്സിലാക്കി ജനങ്ങൾ വീണ്ടും സർക്കാർ അധികാരത്തിൽ വരണമെന്ന് തന്നെയാണ് പറയുന്നത്. വീണ്ടും തീർച്ചയായിട്ടും ഇടതുപക്ഷ സർക്കാർ അടുത്ത 5 വർഷം കൂടെ അധികാരത്തിൽ വരും. സമ്മേളന നഗരിലോട്ട് ആളുകൾ ഒഴുകി വരികയാണല്ലോ. കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ പരിഷ്കരണങ്ങൾക്ക് നായകത്വം വഹിച്ച EMS എന്ന ജനനായകൻ എന്നും വിപ്ലവ സ്മരണകളായി ജ്വലിച്ചു നിൽക്കുകയാണ്. ജന്മിത്വത്തിന്റെയും സമ്പത്തിന്റെയും അധികാരങ്ങൾ വിട്ടെറിഞ്ഞ് ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ പൂണൂൽ അറുത്തുമാറ്റി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയ നേതാവ് വിപ്ലവ വീര്യം പകർന്ന് ജനമനസ്സുകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു എന്നതിന്റെ തെളിവാണ് കൊല്ലത്തെ സഖാക്കൾ ഒരുക്കിയ ഈ ഇൻസ്റ്റലേഷൻ. ജീവിതത്തെയും സമൂഹത്തെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും കൃത്യമായി അടയാളപ്പെടുത്തുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് ദാർശനികനായ EMS ആ ഒരു നേതാവിൻ്റെ ചിത്രം തന്നെ തൊഴിലാളികളിൽ എത്രത്തോളം ആവേശമാണ് ഒരുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു നേർസാക്ഷ്യവും കൊല്ലം പണ്ടകശാലയിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. EMSൻ്റെ ചിത്രത്തിന് എതിർവശത്ത് തന്നെ തൊഴിലാളികൾ ചുമടെടുക്കുന്നതിൻ്റെ ഒരു ഇൻസ്റ്റലേഷൻ രൂപവും ഇവർ ഒരുക്കിയിട്ടുണ്ട്. ആ രൂപം മാത്രമല്ല, ഇതിൻ്റെ മുന്നിൽ നിന്നാണ് തൊഴിലാളികൾ ചുമടെടുക്കുകയും ലോറിയിൽ നിന്ന് ലോഡുകൾ ഇറക്കുകയും ഒക്കെ ചെയ്യുന്നത്. EMSൻ്റെ ചിത്രം തൊഴിലാളികൾക്ക് എത്രത്തോളം ആവേശമാണ് നൽകുന്നതെന്ന് നമ്മൾ ഇവിടെ നേരിട്ട് വന്ന് കാണേണ്ടുന്ന കാര്യം തന്നെയാണ്. 30 വർഷങ്ങൾക്ക് ശേഷം കൊല്ലത്ത് വരുന്ന സംസ്ഥാന സമ്മേളനം ഒരു ഉത്സവമാക്കി തീർക്കാനാണ് നമ്മുടെ ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരും അനുഭാവികളും എല്ലാം തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തുടങ്ങിയ സമ്മേളനം വളരെ ഗംഭീരത്തോടുകൂടി തന്നെ പട്ടണത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അതിൻ്റെ ഉദാഹരണമാണ് ഈ കാണുന്നതെല്ലാം തന്നെ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇവിടെ ടൗൺ LCയുടെ സഖാക്കൾ എല്ലാം തന്നെ വളരെ കരുതലോടുകൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ ഞായറാഴ്ച വരുന്ന സമാപന സമ്മേളനം ഒരു വലിയ ഉത്സവമാക്കി തീർക്കാനും ഇവിടെ ജനകീയ പങ്കാളിത്തത്തോടുകൂടി തന്നെ എല്ലാ ആൾക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ നമ്മുടെ നാട്ടിലും ഗ്രാമങ്ങളിലെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തോടൊപ്പം സമകാലിക വിഷയവും ഇവിടെ ഇൻസ്റ്റലേഷൻ രൂപത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നവമാധ്യമങ്ങൾക്ക് സമൂഹത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നും അത് ആശയപ്രചരണത്തിന് എത്രയധികം ഉപയോഗിക്കാമെന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ടും ഒരു ഇൻസ്റ്റലേഷൻ കൂടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൊല്ലം പണ്ടകശാലയിൽ നിന്നും ക്യാമറമാൻ പ്രകാശിനൊപ്പം നവജിത് അഷ്ടമേന്ദ്രൻ, കൈരളി ന്യൂസ്.